Dear students, welcome to Business Studies class. നമ്മൾ ടൈപ്സ് ഓഫ് ഇൻഷുറൻസിലെ ലൈഫ് ഇൻഷുറൻസും പഠിച്ചു, ഫയർ ഇൻഷുറൻസും പഠിച്ചു. Now we are studying marine insurance. Marine insurance is a contract or agreement whereby the insurer undertakes to indemnify the insured in the manner and to the extent thereby agreed against marine losses. മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഷിപ്പിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം ഷിപ്പുകൾക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാം. അപ്പോൾ നാശനഷ്ടങ്ങളുണ്ടാവാം. ഇത്തരം ഷിപ്പുകളെ ഇൻഷുർ ചെയ്യുന്നതാണ്, അതിലെ ഫ്രൈറ്റ് ചരക്കും ഷിപ്പും ഇൻഷുർ ചെയ്യുന്നതാണ് മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മറൈൻ ഇൻഷുറൻസ് സാധാരണ ഷിപ്പുകളുടെ യാത്ര ഒരു വോയേജ് എന്നാണ് പറയുക. എ വോയേജ്, അതായത് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഒരു ഷിപ്പ് തിരിച്ച് കൊച്ചിയിൽ എത്തിച്ചേരുന്നത് വരെയുള്ള ആ യാത്രയെ മുഴുവൻ ആണ് ഒരു വോയേജ് എന്ന് പറയുന്നത്. ചില വോയേജുകൾ ഒരു മാസം കൊണ്ട് തിരിച്ചെത്തും, മറ്റു ചിലത് 6 മാസം എടുക്കും, ചിലപ്പോൾ 1.5 വർഷം എടുക്കും, 1 വർഷം എടുക്കാം. ആ വോയേജിൻ്റെ കാലദൈർഘ്യം വ്യത്യസ്തമായിരിക്കും. ഈ ഒരു വോയേജാണ് ഇൻഷുർ ചെയ്യുന്നത്. ഓക്കെ, സോ മറൈൻ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് വെയർബൈ ദ ഇൻഷുറർ അണ്ടർടേക്ക് ടു ഇൻഡംനിഫൈ ദ ഇൻഷുർഡ് in the manner and to the extent thereby agreed against marine losses. Marine insurance provide protection against perils of the sea. കടലിൽ പല തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാകും, സൂയസ് കനാലിൽ ഒരു കപ്പൽ കുടുങ്ങിയത്. ഒടുവിൽ കുറേ പരിശ്രമിച്ച് ആ കപ്പൽ മോചിപ്പിച്ചു. പക്ഷേ ഈജിപ്ത് ഗവൺമെൻറ് ആ കപ്പൽ പിടിച്ചു വച്ചു. 6,000 കോടിയിലധികം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കപ്പൽ പിടിച്ചു വച്ചു. ഇതൊരു തരത്തിലുള്ള അപകടമാണ്. തീപിടുത്തമുണ്ടാകാം, ഷിപ്പിന് തീപിടുത്തമുണ്ടാകാം. കടലിൽ വെച്ച് തീപിടുത്തമുണ്ടായാൽ അത് മറ്റൊരു അപകടമാണ്. മഞ്ഞുമലയുമായിട്ടിരിക്കുക, കൊടുങ്കാറ്റിൽ പെട്ടുപോവുക, അല്ലെങ്കിൽ മണൽത്തിട്ടയിൽ ഉറച്ചു പോവുക, ഇങ്ങനെ പലതരത്തിൽ കപ്പലുകൾക്ക് അപകടങ്ങൾ സംഭവിക്കാം. സോ മറൈൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാൽ, ഒരു അപകടം സംഭവിച്ചാൽ അവിടെ കപ്പൽ ഡാമേജ് ആകും. ഷിപ്പിൽ കൊണ്ടുപോകുന്ന ലഗേജ്, ചരക്കുകൾ, അത് ഡാമേജ് ആകും, കണ്ടെയ്നറുകൾ. മറ്റൊന്ന്, ഈ ചരക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ മാത്രമേ കപ്പലിന് കൊണ്ടുപോകുന്നതിന് വണ്ടിക്കൂലി, അതിന് ഫ്രൈറ്റ് എന്നാണ് പറയുന്നത്, ഈ ഫ്രൈറ്റ് കിട്ടുകയുള്ളൂ. ഈ ഫ്രൈറ്റ് നഷ്ടപ്പെടും. ഈ 3 തരത്തിലുള്ള ലോസസാണ് മറൈൻ ലോസസിൽ വരുന്നത്. എന്തെങ്കിലും പെരിൽസ് ഓഫ് ദ സീ ഒക്കെ കടലിൽ വെച്ച് അപകടം സംഭവിക്കുകയാണെങ്കിൽ ഈ 3 തരത്തിലുള്ള ലോസാണ് ഒരു ഷിപ്പിംഗ് കമ്പനിയെ സംബന്ധിച്ച് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഒന്നാമത്തേത് ഷിപ്പ് ഓർ ഹൾ ഇൻഷുറൻസ്. The insurance policy is for indemnifying the insured for loss caused by damage to the ship. ഈ പോളിസി ആ ഷിപ്പിനുണ്ടാകുന്ന ഡാമേജിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പോളിസിയാണ്. സെക്കൻഡ് ഈസ് കാർഗോ ഇൻഷുറൻസ്. ദിസ് ഇൻഷുറൻസ് ഈസ് ഇഷ്യൂഡ് ടു കവർ റിസ്ക്സ് ടു കാർഗോ. കപ്പലിൽ കൊണ്ടുപോകുന്ന ചരക്കുകൾക്ക് എന്തെങ്കിലും ഡാമേജ് വന്നാൽ അതിന് നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടിയാണ് കാർഗോ ഇൻഷുറൻസ്. ദെൻ തേർഡ്, ഫ്രൈറ്റ് ഇൻഷുറൻസ്. ഫ്രൈറ്റ് ഇൻഷുറൻസ് മീൻസ് ഇഫ് കാർഗോ ഈസ് ലോസ്റ്റ് ഡ്യൂറിങ് ദ ജേർണി, ദ ഓണർ ഓഫ് ദിസ് കാർഗോ അല്ലെങ്കിൽ ഇമ്പോർട്ടർ, ദേ വിൽ നോട്ട് പേ ദ ഫ്രൈറ്റ് ചാർജസ്. അപ്പോൾ ഷിപ്പിംഗ് കമ്പനിക്ക് ഫ്രൈറ്റ് നഷ്ടപ്പെടും. കാർഗോ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നയാൾ അതിൻ്റെ കപ്പലിൻ്റെ ചാർജ് അടയ്ക്കില്ല. ഈ ഫ്രൈറ്റിലുണ്ടാകുന്ന ലോസ് റീഇംബേഴ്സ് ചെയ്യാനാണ് ഫ്രൈറ്റ് ഇൻഷുറൻസ്. Okay, freight insurance is for reimbursing
ദ ലോസ് ഓഫ് ഫ്രൈറ്റ് ടു ദി ഷിപ്പിംഗ് കമ്പനി. ഇപ്പം 3 തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് മറൈൻ ഇൻഷുറൻസിലുള്ളത്: ഷിപ്പ് ഓർ ഹൾ ഇൻഷുറൻസ്, കാർഗോ ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് ഇൻഷുറൻസ്. Then next elements of marine insurance. First one is contract of marine insurance is a contract of indemnity. ഒരു നഷ്ടപരിഹാര പോളിസിയാണ്. പക്ഷേ ഇവിടെ നഷ്ടപരിഹാരം നമ്മുടെ ഫയർ ഇൻഷുറൻസിൻ്റെ ഇൻഡംനിറ്റിയും മറൈൻ ഇൻഷുറൻസിലെ ഇൻഡംനിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാർഗോ പോളിസീസിൽ ദാറ്റ് പ്രൊവൈഡ് കൊമേഴ്ഷ്യൽ ഇൻഡംനിറ്റി റാദർ ദാൻ സ്ട്രിക്റ്റ് ഇൻഡംനിറ്റി. അപ്പോൾ കാർഗോ പോളിസിയിൽ കൊമേഴ്ഷ്യൽ ഇൻഡംനിറ്റിയാണ്. അതിൻ്റെ എത്ര ലോസ് കണക്ക് കൂട്ടുന്നത് കൊമേഴ്ഷ്യൽ വാല്യൂ വെച്ചാണ് അതിൻ്റെ ലോസ് കണക്ക് കൂട്ടുക. ഓക്കെ. ദെൻ ഇൻ കേസ് ഓഫ് ഹൾ പോളിസി ദി എമൗണ്ട് ഇൻഷുർഡ് ഈസ് ഫിക്സ്ഡ് അറ്റ് എ ലെവൽ എബവ് ദ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ. എമൗണ്ട് ഇൻഷുർഡ് ആ ഹള്ളിൻ്റെ അല്ലെങ്കിൽ ഷിപ്പിൻ്റെ മാർക്കറ്റ് വാല്യൂവിൻ്റെ മുകളിൽ ആണ് ഈ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, എബവ് ദി കറൻറ്റ് മാർക്കറ്റ് വാല്യൂ. സോ സ്ട്രിക്റ്റ് ഇൻഡംനിറ്റി അല്ല മറൈൻ ഇൻഷുറൻസിൽ. അത് ഷിപ്പിംഗ് കമ്പനിയും ഷിപ്പിൻ്റെ ഓണറും തമ്മിൽ എഗ്രി ചെയ്യുന്ന ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണ് ഈ മറൈൻ ഇൻഷുറൻസ് എടുക്കുന്നത്. ദെൻ സെക്കൻഡ്, മറൈൻ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ദർ ഈസ് നോ നീഡ് ടു എക്സ്പ്ലെയിൻ ദിസ് പോയിൻറ്റ്. കാരണം നമ്മൾ നേരത്തെ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കുമ്പോഴും ലൈഫ് ഇൻഷുറൻസ് പഠിക്കുമ്പോഴും ഫയർ ഇൻഷുറൻസ് പഠിക്കുമ്പോഴും ഒക്കെ ഇതേ ടേം പറയുന്നുണ്ട്. സെയിം എക്സ്പ്ലനേഷൻ എല്ലായിടത്തും എഴുതിയാൽ മതിയാവും. ദെൻ സെക്കൻഡ്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മസ്റ്റ് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ലോസ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി അറ്റ് ദ ടൈം വെൻ പോളിസി വാസ് ടേക്കൺ. അപ്പോൾ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് വേണ്ടത് ലോസ് സംഭവിക്കുമ്പോൾ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. പോളിസി എടുക്കുമ്പോൾ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് വേണ്ടത് ഇറ്റ് ഈസ് റിക്വയർഡ് അറ്റ് ദ ടൈം ഓഫ് ലോസ് ബട്ട് നോട്ട് നെസസറി അറ്റ് ദ ടൈം വെൻ ദ പോളിസി വാസ് ടേക്കൺ. തേർഡ്, ദ പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ വിൽ അപ്ലൈ ടു ഇറ്റ്. ഷിപ്പിൻ്റെ അല്ലെങ്കിൽ മറൈൻ ലോസസിന് ധാരാളം കാരണങ്ങളുണ്ടാകാം. അതിൽ ഈ മറൈൻ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവിടെ എന്തൊക്കെ റിസ്ക്കാണ് ഇൻഷുർ ചെയ്യുന്നത് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന റിസ്ക് മൂലം ഉള്ള നഷ്ടങ്ങൾ മാത്രമേ നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുകയുള്ളൂ. പ്രോക്സിമേറ്റ് കോസ് അറ്റ് ഇൻഷുറൻസ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ പ്രോക്സിമേറ്റ് ഓർ നിയറസ്റ്റ് കോസ് ആ പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം അഡ്മിറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് എ മറൈൻ ഇൻഷുറൻസ്. എന്താണ് മറൈൻ ഇൻഷുറൻസ് എന്ന് പഠിച്ചു. മറൈൻ ഇൻഷുറൻസിൻ്റെ എലമെൻസും പഠിച്ചു. ഓക്കെ, ദിസ് ഷിപ്പ് ഈസ് കോസ്റ്റ കോൺകോഡിയ, ഒരു ആഡംബര ഉല്ലാസ കപ്പലാണ്. അതിൻ്റെ യാത്രക്കിടയിൽ കപ്പൽ ഒരു മണൽത്തിട്ടയിൽ ഇടിച്ചു, കൊടുങ്കാറ്റിൽ പെട്ടു. അതിൻ്റെ കപ്പിത്താൻ്റെയൊക്കെ പിഴവ് മൂലം ഒരു മണൽത്തിട്ടയിൽ ഇടിച്ച് കപ്പൽ ചരിഞ്ഞു. ഈ ചരിഞ്ഞ കപ്പലിനെ ഇനി ഉയർത്തിയെടുക്കാൻ കഴിയില്ല, അതവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തരം ഒരു ലോസ് വന്നാൽ അതിനെ കവർ ചെയ്യാനാണ് മറൈൻ ഇൻഷുറൻസ് എടുക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു. ഒന്നുകൂടി ഈ 3 ടൈപ്പ് ഓഫ് ഇൻഷുറൻസും പഠിക്കുക. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു വർക്കുണ്ട്. ഈ 3 തമ്മിലുള്ള ഡിഫറൻസസ് ഈ 3 വ്യക്തമായി പഠിച്ച് അതിൻ്റെ നോട്ടൊക്കെ നോക്കി പഠിച്ച് ഡിഫറൻസസ് നിങ്ങൾ എഴുതാൻ. ഓക്കെ, നിങ്ങൾ നോട്ടിൽ എഴുതണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച നിങ്ങളുടെ നോട്ട് വെച്ച് തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് കണ്ടെത്താം. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഒരു പോയിൻ്റാണ്. ലൈഫ് ഇൻഷുറൻസിൽ വ്യത്യാസമുണ്ട്, ഫയർ ഇൻഷുറൻസിൽ വ്യത്യാസമുണ്ട്, മറൈൻ ഇൻഷുറൻസിൽ വ്യത്യാസമുണ്ട്, ഇൻഡംനിറ്റി വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ഉള്ള പോയിൻറ്റ്സ് നിങ്ങൾ കണ്ടെത്തണം. ആ പോയിൻറ്റ്സ് എഴുതി നോട്ടിൽ എഴുതി നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.